ഫ്രാൻസിസ് ജോർജ് യു.ഡി.എഫ് മുന്നണിയിൽ നിൽക്കുമെന്നതാണ് ഉറപ്പെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി. ജോസഫ് വിഭാഗത്തിന്റെ പതനത്തിന്റെ ഭാഗമാണ് ജില്ലാ പ്രസിഡന്റിന്റെ രാജി. തെരഞ്ഞെടുപ്പിൽ മധ്യ തിരുവിതാംകൂറിൽ ഇടതുമുന്നണി നേട്ടമുണ്ടാകുമെന്നും ജോസ് കെ മാണി കൈരളി ന്യൂസിനോട് പറഞ്ഞു. കൈരളി ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരത് ചന്ദ്രനുമായുള്ള പ്രത്യേക അഭിമുഖത്തിലാണ് ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കിയത്. ഈ എതിർ സ്ഥാനാർത്ഥി അവർ എത്ര പ്രാവശ്യം കഴിഞ്ഞ 12 വർഷക്കാലത്തിൻ്റെ ഇടയ്ക്ക് 4 പ്രാവശ്യം പാർട്ടി മാറി, 4 പ്രാവശ്യം മുന്നണി മാറി. സ്വതന്ത്ര 7 പ്രാവശ്യം നിന്നപ്പോഴും അല്ലെങ്കിൽ നിന്നപ്പോഴെല്ലാം സ്വതന്ത്ര ചിഹ്നത്തിലാണ് നിന്നത്. നിൽക്കുന്നതെല്ലാം വ്യത്യസ്തമായ ചിഹ്നത്തിൽ. ഈ പ്രാവശ്യം ടോർച്ചാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഓട്ടോ, ഇങ്ങനെയുള്ള ചിഹ്നത്തിൽ നിന്ന്. അപ്പോൾ എന്തുറപ്പാണ് ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ട നേതാക്കന്മാർ, നല്ല നേതാക്കന്മാരുണ്ട്. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയിലെ ഈ ജില്ലയിലുള്ള നേതാക്കന്മാരാണ്. അവർ ചോദിക്കുന്ന എന്തുറപ്പാണ് ഇദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കൊടുത്തു UDF നിൽക്കും എന്നുള്ളത് എന്തുറപ്പാണ്? അതാണ് ചോദ്യം. ജോസഫ് വിഭാഗത്തിന്റെ പതനത്തിന്റെ ഭാഗമാണ് അവരുടെ ജില്ലാ പ്രസിഡന്റിന്റെ രാജി. കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് അന്ന് ഏറ്റവും നമ്പർ 1 മുന്നണിയുടെ ആളും നമ്പർ 1 ഈ ജില്ലയുടെ അധ്യക്ഷനും കൂടെ രാജിവെച്ച് പോകുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഗൗരവമായിട്ട് തന്നെ കാണണം. ഒരു പതനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യമല്ല ഇപ്പോൾ. അന്ന് മുന്നണി പ്രവേശം പ്രവർത്തകരെ പറഞ്ഞ ബോധ്യപ്പെടുത്താൻ സമയം കിട്ടിയില്ല. ഇന്ന് കേരള കോൺഗ്രസ് ഇടതുമുന്നണിയുമായി ഇഴകിച്ചേർന്നാണ് മുന്നോട്ടു പോകുന്നത്. ഇപ്പോൾ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എല്ലാവരും ഇഴുകിച്ചേർന്ന് ഒറ്റ ടീമായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഘട്ടത്തിൽ ഇപ്പം ഞങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇല്ലാത്ത സമയങ്ങളിലുമൊക്കെ പാലായോ അല്ലെങ്കിൽ കോട്ടയം ലോക്സഭാ മണ്ഡലമായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കോട്ടയം ജില്ലയായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല LDF അത്രമാത്രം എല്ലാ ഘടകകക്ഷികളുമായി അതുപോലെ ഇഴുകിച്ചേർന്ന് ഒറ്റ ടീമായിട്ട് കൊണ്ട് ഇപ്പോൾ അതുപോലെ ഇഴുകിച്ചേർന്ന് ഒറ്റ ടീമായിട്ടാണ് എല്ലാ സ്ഥലങ്ങളിലും പോകുന്നത്. മണിപ്പൂരിൽ നടന്നത് വംശഹത്യയാണെന്നും ഇത് BJPക്ക് തിരിച്ചടിയാകുമെന്നും കേരള കോൺഗ്രസ് ചെയർമാൻ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, കോട്ടയം.